ഇപ്പോൾ ആളുകളിൽ ഈ ഡീലുമൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ ഒരു കാരണമായെന്ന് സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു 48 മണിക്കൂറിനൊക്കെ ഒരു വിവാദം നിൽക്കാറില്ല. എത്ര നമ്മൾ ശക്തിപ്പെടുത്തി അത് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മിന്നാന്നൊരു മീഡിയ ഒരു ജേർണലിസ്റ്റ് മൈക്കിട്ട് ഞാൻ പറഞ്ഞു 2 ദിവസമായിട്ട് പൊളിഞ്ഞില്ലേ ഇത്. ഞാൻ ചോദിച്ചു ഇതിപ്പോ പൊളിന്റെ സെൽ ബൈ ഡേറ്റ് കഴിഞ്ഞല്ലോ. അത് അല്ലല്ല ഇന്നും ഒരു പ്രസ് റിലീസോ ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ് തന്നിട്ടുണ്ട്. അവരും വലിയ പ്രഷറല്ല. അങ്ങേക്ക് അറിയുന്ന പോലെ ഇപ്പൊ ഈ അങ്ങേക്ക് ടെലിവിഷൻ ചാനൽ വർക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പൊ ഈ രാവിലെ തന്നെ ഇവരോട് പറഞ്ഞേക്ക നീ എന്തെങ്കിലും പോയി 2 ഹെഡ്ലൈൻ അവർ ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാൻ വന്നല്ലേ, ഈ അങ്ങ് ഒരു സ്ട്രാറ്റജി അങ്ങേക്ക് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ 2020 സീറ്റുകൾ കൊടുക്കുമ്പോൾ. അപ്പൊ ഈ തൃപ്പൂണിത്തുറ പോലെ വിജയ സാധ്യതയുള്ള മണ്ഡലം അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ അടുപ്പുള്ള അത് കറക്റ്റാ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഞാൻ പറയാം. ഞങ്ങളുടെ സീറ്റ് ഷെയറിംഗ് ഏറ്റവും വിവാദമില്ലാത്ത സീറ്റ് ഷെയറിംഗ് ആയിരുന്നു. സ്ട്രാറ്റജിക്കൽ ആയിരുന്നു. കാരണം അവർ ചോദിച്ചു ഈ സീറ്റിൽ ഞങ്ങൾക്ക് മത്സരിക്കണം, കാരണം ഞങ്ങൾക്കൊരു പ്രസൻസ് ഉണ്ട്, ഞങ്ങളുടെ സ്ട്രെങ്ത് മുനിസിപ്പാലിറ്റിയിലാണ്, അവരുടെ സ്ട്രെങ്ത് അസംബ്ലി ഔട്ട്സൈഡ് മുനിസിപ്പാലിറ്റി. അവരൊരു ലോജിക് ഉണ്ടായിരുന്നു. പിന്നെ കോalition ധർമ്മ എന്ന് പറഞ്ഞാൽ ചില സീറ്റുകൾ ഞങ്ങൾ ശക്തമായ സ്ട്രോങ് സീറ്റുകൾ ഞങ്ങൾ കോalition പാർട്ട്ണറിന് ഞങ്ങൾ കൊടുക്കുന്നു. പക്ഷെ കൊടുക്കുന്നത് തോൽക്കാനല്ല, കൊടുക്കുന്നത് ഞങ്ങളുടെ ശക്തിയും അവരുടെ ശക്തിയും 1+1 = 100 ആക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചില സ്ഥലത്ത് നടക്കും, ചില സ്ഥലത്ത് നടക്കില്ല. പോളിറ്റിക്സിന്റെ ഭാഗമാണ്. 2020 ഒരു കിഴക്കമ്പലം ഒരു സ്ട്രാറ്റജിക്കൽ പൊളിറ്റിക്സ് ആണല്ലോ. അപ്പൊ ഈ കിഴക്കമ്പലം രാഷ്ട്രീയം അത് ഈ യാക്കോബായ സഭ അല്ലെ ഓർത്തഡോക്സ് ഈ സഭകളുടെ ഒരു പിന്തുണ നിങ്ങൾക്ക് കിട്ടാൻ ഇത് ഉപകരിക്കും എന്ന് എപ്പോഴെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? അല്ല, അത് ഞാൻ അങ്ങനെയല്ലല്ലോ. ആദ്യം മുതൽ ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു വോട്ട് ബാങ്ക് സ്ലൈസ് ചെയ്തിട്ട് ഞങ്ങൾ സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന പാർട്ടിയല്ല. എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു ഒരേപോലെ തന്നെ പറയുന്നു, വികസനം വികസനം വികസനം, തൊഴിൽ തൊഴിൽ, നിക്ഷേപം നിക്ഷേപം, അഴിമതി രഹിത ഭരണം. അത് ഓർത്തഡോക്സ് ആണോ, യാക്കോബൈറ്റ് ആണോ, മുസ്ലിം ആണോ, ഹിന്ദു ആണോ, സീറോ മലബാർ ആണോ, റോമൻ കാത്തലിക് ആണോ, എല്ലാവരും പറഞ്ഞ ഒരേ കാര്യമായി പറഞ്ഞു. അപ്പോൾ അവരുടെ കുട്ടികൾക്കും ഞങ്ങളുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങളുണ്ടാവും, ഇവരുടെ പ്രശ്നങ്ങൾക്കും ഞങ്ങളുണ്ടാവും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ ഓവർ സ്മാർട്ട് രാഷ്ട്രീയം ഉണ്ടല്ലോ, ഭയങ്കര സോഷ്യൽ എഞ്ചിനീയറിംഗ് വിദ്വാന്മാരെല്ലാം, അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, കഴിവില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. കനകൂലുമാരൊന്നും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയില്ലേ? ആരെ കനകൂലു? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കനകൂലു ഇല്ലെന്ന് ചോദിക്കുക. കനകൂലിന്റെ ആവശ്യമില്ല. അങ്ങനെ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന പാർട്ടിയല്ല. അല്ല, അങ്ങ് ശബരിമലയെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു, ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറഞ്ഞു. അല്ല, എനിക്ക് എൻ്റെ ഒരു സംശയം, ഈ ശബരിമല കേസിൽ ഈ തന്ത്രി ഉൾപ്പെട്ടു എന്ന് ഉണ്ടപ്പോൾ അങ്ങ് എന്നെ പ്രസ്താവന കൊടുത്തു. അപ്പോൾ ഈ തന്ത്രി വന്നതിന് ശേഷം ഇതിനകത്ത് നിന്ന് തലയൂരാൻ BJP ശ്രമം നടത്തി. ഈ ശബരിമല കൊള്ളക്കേസ് അത്രയും സജീവമായിട്ട് ഉന്നയിക്കുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, നോക്കൂ, ഇത് ഉന്നയിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോയിട്ട് റോഡിൽ സമരം ചെയ്യണമെന്നാണോ? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി ഇന്നലെ വന്നു. കാര്യം പ്രധാനമന്ത്രിയുടെ പ്രസൻസ് കൊണ്ട് ശരിക്കും BJP സർക്കിളിലും അതുപോലെ നിങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. കാര്യം അദ്ദേഹത്തിന്റെ പതിവ് ഷോ ഭയങ്കരമായിരുന്നു ശരിക്കും തൃശ്ശൂരിലും പാലക്കാട്ടും. അപ്പൊ പക്ഷെ അദ്ദേഹവും ശബരിമലയെ കുറിച്ച് മിണ്ടിയിട്ടില്ല ഇത്തവണ. അല്ല, ശബരിമലയെ കുറിച്ച് മിണ്ടണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ലോ. അല്ല, അങ്ങനെ ഇതിനകത്ത് പ്രചരിക്കുന്ന അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ആവശ്യമില്ല. എല്ലാ ദിവസം അതേ ഇഷ്യൂവിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ജനങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു പേടിയുണ്ടോ? ഇത് നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കോൺഗ്രസ്സുകാർ നേട്ടം ഉണ്ടാക്കും എന്നൊരു ധാരണ എന്തെങ്കിലും ഉണ്ടോ? ശബരിമല ഒരു ഇഷ്യൂ ആണ്. ശബരിമലയെ കുറിച്ച് കൊച്ചിയിൽ നരേന്ദ്രമോദിജി വന്നപ്പോ എന്ത് പറഞ്ഞു? ആരാണെങ്കിലും ഈ കൊള്ളക്കാര് ചെയ്ത ഈ തെറ്റ് ഞങ്ങൾ വിടില്ല, അത് മോദിന്റെ ഗ്യാരണ്ടി ആണെന്ന് കൊച്ചി ഒരു 2 ആഴ്ച മുമ്പേ പറഞ്ഞില്ലേ? അപ്പോ അത് ശബരിമലയല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.